കൂട്ടുകാരെ ഞാനങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരായിട്ട് പ്രീതിയുമായിട്ട് ബീച്ചിൽ വന്നിരിക്കുകയാണ്. അതേണ്ട ഇതാ ഞാൻ കൂട്ടുകാരൻ. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരൻ പ്രീതുമായിട്ട് ബീച്ച് കാണാൻ വേണ്ടി ഒന്ന് പോയതാണ്. കുറേ വർഷമായി ഇപ്പോൾ ബീച്ചിലോട്ടൊക്കെ പോയിട്ട്. 2020 പോയതാണ്, 25 ഇപ്പം. അപ്പോൾ ഒന്ന് ബീച്ച് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നുമല്ല, വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ബീച്ചിൽ വരെ ഒന്ന് വന്നത്, നിങ്ങളെയൊക്കെ ഒന്ന് ബീച്ചൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഇത് ബീച്ച് ഫ്ലൈ ഓവർ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ബീച്ച് ഫ്ലൈ ഓവറാണ് ഇത്. ഈ ബീച്ച് ഫ്ലൈ ഓവറിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഫ്ലൈ ഓവർ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് പണിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഉപകരണങ്ങളൊക്കെ ആയിരുന്നു, JCB ഒക്കെ, അതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ട് വെച്ചിട്ട് അവിടുന്ന് അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ അവൻ്റെ കൂടെയാണ് വന്നത്, എൻ്റെ പ്രീത എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീതി പറഞ്ഞ് കപ്പലണ്ടിയും മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ വെച്ചെന്ന് എനിക്ക് കപ്പലണ്ടിയൊക്കെ വാങ്ങി തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് കാഴ്ചകളെ കണ്ടെണ്ണ അങ്ങനെ നടന്ന് പോവാണ്. ഇന്ന് നല്ല തിരക്കുണ്ടാകേണ്ട ദിവസമാണ്, കാരണം ഇന്ന് ഞായറാഴ്ചയല്ലേ. ഞായറാഴ്ച സാധാരണ രീതിയിൽ പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല. ഇന്ന് തിരക്കില്ലാത്ത കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ പോരാൻ പോകുമ്പോൾ തിരക്കുണ്ടായിരുന്നു. ഒരുപാട് വണ്ടിയിലൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പുറത്തു നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ വരും, ഹിന്ദിക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരിക്കും, നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ പറന്ന് പോകുന്ന, ഈ പട്ടം പോലെ പറക്കുന്നത് ഒരു ഹെലികോപ്റ്റർ പോലത്തെ ഒരു സംഭവമാണ്. ഇതിനകത്ത് പെട്രോളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് കയറി ഇങ്ങനെ പറക്കണമെങ്കിൽ എത്ര രൂപയാവുമെന്ന് ഞാൻ അവിടെ അവിടെ നിന്ന് ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഒരാൾക്ക് അതേ കയറിയിരുന്ന് പറന്ന് പോണതിന് 4500 രൂപയാവുമെന്ന് പറഞ്ഞു. അതിങ്ങനെ കടലിൻ്റെ മേളിൽ കൂടെ ഇതിൻ്റെ ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ പറക്കും. അതൊരു 10 കിലോമീറ്ററാ മറ്റേയാണത് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറക്കുന്നത്. അപ്പം അതിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പം എത്ര രൂപ കൊടുക്കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4500 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ പ്രൈസാണ്. അതുകൊണ്ട് ഞാനത് കയറി പറക്കാനൊക്കെ വരുമ്പോൾ താല്പര്യം തോന്നുകയാണെങ്കിൽ അതിലൊക്കെ കയറി പറക്കാം കേട്ടോ. അതൊക്കെ ഒരു നല്ല അനുഭവമായിരിക്കും. പക്ഷേ ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ പൊക്കത്തിലോ നോക്കുമ്പോൾ താഴത്ത് പേടിയുള്ളവരൊന്നും കയറണ്ട. എന്തായാലും കയറിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് താഴെ വീണാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഇത് അത്ര പൊക്കത്തിലല്ലോ പറക്കുന്നത്. പിന്നെ താഴെ മണ്ണൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പം വരത്തില്ല. അങ്ങനെ നമുക്ക് അത് കയറാം. ഇവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെയുള്ളൊരു വലിയ കാഴ്ച എന്ന് പറഞ്ഞാൽ കുതിരയാണ്. കുതിര അത്രക്ക് വലിയ കാഴ്ചയൊന്നും അല്ല, എന്നാലും കുതിര നല്ല രസമാണ് കാണാൻ. കുതിരപ്പുറത്ത് കയറി പോകുന്നതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ 150 രൂപ ഒരാൾക്ക് കയറാനെന്നാണ് പറഞ്ഞത്. അത് നല്ലൊരു രസമുള്ളൊരു റൈഡാണ്, കുതിരപ്പുറത്ത് കയറി അത് വഴി സഞ്ചരിക്കുന്നത്. പക്ഷേ അത് ആൾക്കാർ പതുക്കെ അതിൻ്റെ പുറത്തിരുന്നിട്ട് താഴത്തോട് നമ്മളിങ്ങനെ അത് ഒരാൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ നടത്തിയേ കൊണ്ടുപോകത്തുള്ളൂ. അല്ല നമ്മൾ വിചാരിക്കുമ്പോൾ ഓടിച്ചൊന്നും പോകാനൊന്നും കുതിരപ്പുറത്തൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നല്ല ഒരു കുതിര ഓടിക്കുന്ന റൈഡിങ്ങിൻ്റെ ഏറ്റവും നല്ല രസം നമുക്ക് കിട്ടും. പക്ഷെ അതൊന്നും പറ്റത്തില്ല അവിടെ. അങ്ങനെ നമുക്ക് പതുക്കെ പോകാനൊക്കത്തുള്ളൂ. പിന്നെ അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ നടന്ന് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ ഇതൊന്ന് കാണിക്കാമെന്ന് ഇവിടെ കരുതിയാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തത്. ബീച്ചിൽ പോയി ഞാനിതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഇനി അങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്യാം, ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. ഞാനങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോയിട്ടുള്ള വീഡിയോകളൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ആണ് നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് റിവ്യൂ ഇതിനെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഇരുന്നുകൊണ്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളൂ കൂടുതലായിട്ട്. അപ്പോൾ ഇത് പുറത്തു പോയിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ രസകരമായിട്ട് കാണാൻ പറ്റുന്ന വീഡിയോ ആണ്. കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതിന് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വെറൈറ്റി വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പറക്കുന്ന വിമാനത്തിൽ ഒരു ദിവസം കയറും കേട്ടോ, അത് കാര്യം വേറെ. എനിക്ക് പേടിയൊന്നുമില്ല കയറാൻ. അപ്പം കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 4500 രൂപയൊക്കെ കൊടുത്ത് ഇപ്പോൾ കയറാനൊന്നുമുള്ള ഇതില്ല. എന്താണെങ്കിലും ഞാനത് കയറും, അത് ഉറപ്പാണ്. കയറാതെയൊന്നും ഇരിക്കത്തില്ല, അത് കയറണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കയറി ഒരു ദിവസം അത് കയറും. പിന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ പോരുമ്പോൾ ഇച്ചിരി ദൂരത്ത് നോക്കുമ്പോൾ നല്ല രസമായിട്ടൊക്കെ തോന്നും. ആ പറന്നതങ്ങ്
അങ്ങനെ പൊങ്ങി അകന്ന് പോകണ കാണാനൊക്കെ നല്ല രസമാണ്. അതിൻ്റെ സൗണ്ട് അതിലിങ്ങനെ പോകുന്നതൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ബീച്ച് ഫ്ലൈ ഓവർ പോയിരിക്കുന്നത്. അത് എന്താ സംഭവം, അത് അതിൻ്റെ മേളിൽ കൂടെ ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ അവനോട് പറഞ്ഞ് എടാ പ്രീതി നമുക്കത് ഒന്ന് പോയാലാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞ്. അത് SG കോളേജിൻ്റെ അവിടം വരെ ഉണ്ട് ആ ബീച്ച് ഫ്ലൈ ഓവർ. കൊമ്മാടിയിൽ നിന്ന് തുടങ്ങി അത് നമ്മുടെ SG കോളേജിൻ്റെ അവിടെ വരെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് അവിടുന്ന് അപ്പുറം വഴി കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാറായപ്പോഴത്തേക്ക് അങ്ങനെയാണ് പോകുന്നത്. ബീച്ച് ഫ്ലൈ ഓവറിൽ കൂടെ ആണ് വന്നത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം അതൊക്കെ ഉണ്ട്. അത് വീഡിയോ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. പിന്നെ അവിടെ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറ്റമൊക്കെ ബീച്ചിൽ വന്നിട്ടുണ്ട്. പണ്ട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കടകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ടൊക്കെ. പക്ഷേ പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെയല്ല. ഞാനൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ബീച്ച് നിറയെ ആൾക്കാരായിരുന്നു. നിറയെ ആൾക്കാർ ഇത് കാണാനൊക്കെ വേണ്ടി വരും. പക്ഷെ ഇപ്പം അത്രക്കൊന്നും പറയാനത്ര ആൾക്കാർ ഇന്ന് വന്നിട്ടില്ല. പക്ഷെ വരുന്നുണ്ട്. ഞങ്ങൾ പോരാൻ പോണ സമയമായപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ടൂറിസ്റ്റ് ബസ് പോലത്തേക്ക്. അതിനകത്ത് നമുക്ക് ഒത്തിരി ആൾക്കാർ വരും. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോയിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഒരു 3:30 കഴിഞ്ഞ് 4 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. രാത്രി വൈകുന്നേരം ഇറങ്ങുന്ന ആ സമയത്തിനൊക്കെ പോകണം. പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ആലപ്പുഴ ബീച്ചിലെ ആ കാഴ്ചകൾ. അന്ന് ഭയങ്കര നല്ല രസകരമായ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ആലപ്പുഴ വരാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഇവിടെ വരെ വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം. അത്രയ്ക്ക് നല്ല രസമുള്ള സ്ഥലങ്ങൾ, നല്ല കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നും. അങ്ങനെ വന്ന് ഇവിടെയൊക്കെ അല്പം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇറങ്ങണം, ദൂരെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഈ വണ്ടിയൊക്കെ കണ്ടോ, ഇതെല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അങ്ങനെ അവൻ്റെ കൂടെ പോവാണ്. എൻ്റെ വണ്ടി എടുത്തില്ലായിരുന്നു, ഞാൻ അവൻ്റെ ബൈക്കിലാണ് വന്നത്. പിന്നെ ഇത് ഈ കാണുന്നത് ഒരു ചെറിയ പാർക്ക് പോലെ ഒരു ഇതാണ്. അവിടെ ഈ ബോട്ട് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെ തുഴഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ കൂടെ പോയിട്ട് വരാനൊക്കെ പറ്റും. അത് വലിയ പൈസ നോക്കത്തില്ല. അത് കയറി നമുക്ക് അങ്ങനെ പോയിട്ടൊക്കെ വരാം. വല്ല 19 രൂപ കൊടുത്താൽ മതി. കറക്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല. അതിലൊക്കെ പോകുന്നത് നല്ല രസമാണ്. ഞാൻ പണ്ട് ഒരിക്കൽ കൂട്ടുകാരനുമായിട്ട് എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട്, നാസിം എന്ന് പറഞ്ഞാൽ, അവൻ്റെ കൂടെ വന്നിട്ടുള്ളപ്പം അതിലൊക്കെ കയറിയിട്ടുള്ളതാണ്. അത് ഇപ്പം ഞങ്ങൾ അതിലൊന്നും കയറാൻ നിന്നില്ല. ഇത് നല്ല രസമാണ്. പക്ഷെ അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ എനിക്ക് നീന്തൽ അറിയത്തില്ല, അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ ഫ്രണ്ട് നമ്മൾ കണ്ട പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഇതൊക്കെ വലിയ പാർക്കൊക്കെയാണ്, കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നിങ്ങൾ നോക്കണം. നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ എറണാകുളം തൃശ്ശൂരൊക്കെ ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴയിലൊക്കെ വന്ന് ഒരു ഇത് കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. പിന്നെ ആ കാണുന്നത് ഒരു കപ്പലിൻ്റെ ഒരു സംഭവമാണ് വെച്ചിരിക്കുന്നത്, ഒരു ഡെമോ പോലെ. അതാണ് നല്ല രസമാണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണിയൊക്കെ ചെയ്യാം. അവിടെ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കയറി കാണിയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ദൂരത്തു നിന്നാണ് ഞങ്ങൾ നോക്കിയത്, അതിനടുത്തോട്ടൊന്നും പോയില്ല. പോകണമെങ്കിൽ പോകുമായിരുന്നു. പിന്നെ ആ സൂര്യൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സൂര്യ അസ്തമിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു സൂര്യനെയൊക്കെ ഒന്ന് കാണിച്ച് അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളത് ഈ ബീച്ച് ഫ്ലൈ ഓവറിൻ്റെ താഴത്തു കൂടെയാണ് പോയത്. അവിടെ നിന്ന് വണ്ടി വളച്ച് തിരിച്ചിട്ട് ഞങ്ങളിത് അപ്പുറത്ത് കട്ട് ചെയ്ത് വേറെ റോഡിൽ കയറിയിട്ട് അവിടുന്ന് പിന്നെ ബീച്ച് ഫ്ലൈ ഓവറിൻ്റെ മേളിൽ കൂടെയാണ് പോയത്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാകും. ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും ബീച്ച് കാണാൻ വേണ്ടി വരുന്നവരാണ്. ഇത് ഒരുപാട് ഇന്ത്യക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ വന്ന വഴിക്ക് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ എന്തോ ഒരു ജാഥയൊക്കെ പോകുന്നുണ്ട്. വോട്ടൊക്കെ അല്ലേ, ഇലക്ഷനൊക്കെ അടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ കൊട്ടിക്കൊണ്ടൊക്കെ നടക്കുവാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ചെറുതായിട്ട് എടുത്തായിരുന്നു. അങ്ങനെ ഇതുവഴി പോയിട്ട് പിന്നെയാണ് ഞങ്ങൾ അതുവഴി മറ്റേ റോഡ് കട്ട് ചെയ്തിട്ട് അത് കയറിയിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പം ബീച്ച് കാണാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ആലപ്പുഴ വരുന്നവരൊക്കെ ഇവിടെ വരാറുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും പണ്ടൊക്കെ സായിപ്പന്മാരെയൊക്കെ കാണാമായിരുന്നു. പക്ഷെ ഇന്ന് പോയിട്ട് സായിപ്പന്മാരെയൊന്നും കണ്ടില്ല. പണ്ടൊക്കെ സായിപ്പന്മാരൊക്കെ ഇഷ്ടംപോലെ പേരൊക്കെ വന്ന് മദാമ്മമാരൊക്കെ ആയിട്ടൊക്കെ ബീച്ചിലൊക്കെ നടക്കുന്നതാണ്.
പക്ഷേ ഇപ്പം ഇന്ന് പോയിട്ട് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടില്ല. ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുമായിരുന്നു. അപ്പം അതൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ഞാനിനി ഉടനെ ചെയ്യാം. നിങ്ങൾ കമൻറ്റിലൂടെ എത്ര പേർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ബീച്ചിൽ വരുന്ന എല്ലാ ആൾക്കാരെയും അതുപോലെ വീഡിയോസും എല്ലാം നല്ല ഇച്ചിരൂടെ വിശാലമായിട്ട് നല്ല വലിയ രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈ പോകുന്നത് ഫ്ലൈ ഓവറാണ് കേട്ടോ. ആലപ്പുഴ ബീച്ചിൻ്റെ അവിടെ നിന്നുള്ള ഫ്ലൈ ഓവറാണ് ഇത്. ആലപ്പുഴയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വലിയ ഫ്ലൈ ഓവറാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാറിനും ബൈക്കിനും ഒക്കെ എളുപ്പത്തിൽ മറ്റേ റൂട്ട് ടൗണിൽ കൂടെ കയറി പോയി തിരക്കൊക്കെ ഉള്ള സ്ഥലത്തൂടെ പോകുന്നതിനേക്കാളും നല്ല ഇതിൽ കൂടെ പോകുന്നത്. ഇതാകുമ്പം 6 കിലോമീറ്റർ ഇവിടെ ബീച്ചിൽ നിന്ന് അങ്ങോട്ടുള്ളു. അപ്പോൾ ഇത് പോകാനൊക്കെ എളുപ്പമാണ്. ഇച്ചിരൂടെ സ്പീഡിൽ നമുക്ക് പോയി എത്തിയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങോട്ട് പോകും തിരിച്ചു വരുമ്പോഴാണെങ്കിലും അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും ഇതിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് എളുപ്പം പോകാൻ പറ്റും. അപ്പോൾ നല്ല ഒരുപാട് തിരക്കൊന്നുമില്ല, ശാന്തമായിട്ടാണ് വണ്ടികളൊക്കെ പോകുന്നത്. ലോറിയും കാറും ഒക്കെ കുറച്ചൊക്കെ ഇതുവഴിയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാം. അപ്പോൾ അത് പോകുന്ന വഴിക്ക് സൂര്യനെ കണ്ടപ്പോൾ ഞാൻ സൂര്യൻ്റെ ഒരു വീഡിയോ എടുത്ത്. എനിക്ക് പണ്ട് തൊട്ട് ഈ സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സൂര്യനെ നേരിട്ട് കണ്ണുകൊണ്ട് നോക്കിയൊക്കെ ചെയ്യും. എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഈ കാണുന്നത് റോഡൊക്കെ പൊളിച്ച് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പൊളിച്ച് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാതിരപ്പള്ളി ആ ഭാഗമാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ തിരിച്ച് ഞങ്ങൾ എത്തുന്ന വഴിക്കുള്ള വീഡിയോ ആണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങ് പോയിട്ടാണ് പിന്നെ റൈറ്റ് ഒക്കെ തിരിഞ്ഞ് പിന്നെ പാതിരപ്പള്ളി വഴി പോയത്. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ അതുവഴി പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ പോകുന്ന വഴികളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാണിച്ചത്. പക്ഷേ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴികളും ആ ഭാഗത്തോട്ടുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റ.